ബീഡി തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യം നൽകണമെന്നാവശ്യപ്പെട്ട് ബീഡി തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ ഭാരത് ബീഡി കമ്പനിക്ക് മുന്നിൽ തൊഴിലാളികൾ ധർണ നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തുച്ഛമായൊരു വരുമാനം വീട് തിരക്കും തൊഴിലാളിക്ക് ന്യായമായും നൽകണം. അന്നേ തീരൂ ഞങ്ങളുടെ സമരം. പണിമുടക്ക് സമരം സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. വീട് തൊഴിലാളി ഫെഡറേഷൻ സിന്ദാബാദ്. CITU സിന്ദാബാദ്. ഭാരത് ബീഡി ഹെഡ് ഓഫീസ് മാർച്ച് സിന്ദാബാദ്. സർക്കാർ പ്രഖ്യാപിച്ച മിനിമം കൂലിയുടെ അനുവദിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. സാധന വിലകൾ നിത്യം വാണം പോലെ കയറുമ്പോൾ അനുവദിച്ച കൂലികൾ പോലും തടഞ്ഞു വെക്കും മുതലാളി. തൊഴിലാളികളുടെ ജീവിതം ഇവിടെ ദുരിത കടലിൽ മുങ്ങുമ്പോൾ തുച്ഛമായൊരു വരുമാനം വീട് തിരക്കും തൊഴിലാളിക്ക് ന്യായമായും നൽകണം. അന്നേ തീരൂ തുച്ഛമായൊരു വരുമാനം വീട് തിരക്കും തൊഴിലാളിക്ക് തുച്ഛമായൊരു വരുമാനം വീട് തിരക്കും തൊഴിലാളിക്ക് ന്യായമായും നൽകണം. അന്നേ തീരൂ ഞങ്ങളുടെ സമരം. പണിമുടക്ക് സമരം സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. വീട് തൊഴിലാളി ഫെഡറേഷൻ സിന്ദാബാദ്. CITU സിന്ദാബാദ്. ഭാരത് ബീഡി ഹെഡ് ഓഫീസ് മാർച്ച് സിന്ദാബാദ്. സർക്കാർ പ്രഖ്യാപിച്ച മിനിമം കൂലിയുടെ അനുവദിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. സാധന വിലകൾ നിത്യം വാണം പോലെ കയറുമ്പോൾ അനുവദിച്ച കൂലികൾ പോലും തടഞ്ഞു വെക്കും മുതലാളി. തൊഴിലാളികളുടെ ജീവിതം ഇവിടെ ദുരിത കടലിൽ മുങ്ങുമ്പോൾ തുച്ഛമായൊരു വരുമാനം വീട് തിരക്കും തൊഴിലാളിക്ക് ന്യായമായും നൽകണം. അന്നേ തീരൂ ഞങ്ങളുടെ സമരം. പണിമുടക്ക് സമരം സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. ഈ പ്രദേശത്ത് കർണാടക ആസ്ഥാനമായിട്ടുള്ള ഭാരത ബീഡി സ്ഥാപനം ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ അവരുടെ കൂലിയിൽ വർധനവ് ഇതിനു മുമ്പ് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. വളരെ തുച്ഛമായ കൂലിയാണ് ബീഡി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നൽകുന്നത്. നിയമപരമായ മറ്റ് ഒരു ആനുകൂല്യവും കൂടെ നൽകുന്നില്ല. ബീഡി നിയമത്തിന്റെ വ്യവസ്ഥകളനുസരിച്ചുള്ള നിയമ സംരക്ഷണവും അതുപോലുള്ള ആനുകൂല്യങ്ങളും നിയമം കൂലിയും സേവനനിധിയുടെ ആനുകൂല്യങ്ങളും പെൻഷനും ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ന്യായമായ അവകാശപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കുന്ന നിലപാടാണ് കർണാടക ആസ്ഥാനമായിട്ടുള്ള ബീഡി കമ്പനികൾ നാളിതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. തൊഴിലാളി യൂണിയനുകൾ പല ഘട്ടങ്ങളിലും അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആവശ്യങ്ങളും മുൻനിർത്തിക്കൊണ്ടുള്ള നിവേദനങ്ങളുമെല്ലാം സമർപ്പിച്ചിട്ടും അനങ്ങാമ്പാറ നയമാണ് ഈ ബീഡി കമ്പനി ഉടമസ്ഥന്മാർ, അവരുടെ ഏജന്റുമാർ, അവരുടെ നടത്തിപ്പുകാരെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കർണാടകത്തിലെ നിയമം മാത്രമേ ബാധകമാവൂ. കേരളത്തിലെ നിയമം, കേരളത്തിലെ മിനിമം കൂലി ഞങ്ങൾക്ക് ബാധകമല്ല എന്നാണ് അവർ ആണയിട്ട് പറയാറുള്ളത്. എന്നാൽ ബീഡിയൻസിയർ വർക്കേഴ്സ് കണ്ടീഷൻസ് എംപ്ലോയ്മെന്റ് ആക്ട് എന്ന ഒരു നിയമം 1966 ഇന്ത്യ ഗവൺമെന്റ്
പാസാക്കിയത് അത് കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ബീഡിത്തൊഴിലാളികൾക്കും ബാധകമായിട്ടുള്ളതാണ്. അതിന്റെ പരിരക്ഷ എല്ലാ സംസ്ഥാനത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതൊന്നും കർണാടക ആസ്ഥാനമായിട്ടുള്ള ബീഡി കമ്പനി മുതലാളിമാർ നടപ്പിലാക്കുന്നില്ല എന്നതാണ് അങ്ങേയറ്റം പ്രതിഷേധമായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. CPM നീലേശ്വരം ഏരിയ സെക്രട്ടറി പി കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ടി കുട്ടിയൻ, വി ശാന്തകുമാരി, കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു.